ഹലോ, അസ്സലാമു അലൈക്കും. കുട്ടികളുടെ പ്രിയപ്പെട്ട എക്സിബിഷൻ സ്റ്റോളുകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന നല്ല അടിപൊളി പോപ്കോൺ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഒരു പാക്കറ്റ് പോപ്കോൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 10 പേർക്കെങ്കിലും കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബട്ടറിൻ്റെ മിക്സും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഫോമിലാണ് ഈ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പം കണ്ടില്ലേ, ബട്ടറിൻ്റെ ആ ഒരു ബാറ്ററും കൂടി. അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. ഈ ഒരു പാക്കറ്റിന് 40 രൂപയുള്ളൂ. അതുമാത്രമല്ല, ഇത് കുറേ പേർക്ക് തന്നെ കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം കരഞ്ഞാൽ, നമുക്കെല്ലാം ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിച്ച് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഇതൊരു 10 മിനിറ്റിന് ശേഷം ഇതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ വീർത്തിങ്ങനെ പൊട്ടി വരാൻ തുടങ്ങി. ഇതിൽ ഉപ്പിൻ്റെ ബാറ്ററും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട, നെയ്യോ ഉപ്പോ ഒന്നും ചേർക്കണ്ട. നമുക്കിത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ കോൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിൽ നെയ്യോ ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ. അങ്ങനെ ഏകദേശം എല്ലാം കുറച്ചധികം തന്നെ എല്ലാം വീർത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ടും കൂടി ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് മല്ലു ഷോർട്സ് ബൈ തസ്ലി എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ എൻ്റെ ചുറ്റിലും കുട്ടിപ്പട്ടാളുണ്ട്. കാരണം ഇത് അവരുടെ പ്രിയപ്പെട്ട, അവർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ. അങ്ങനെ ഫൈനലി പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഒരു ബൗൾ നിറയെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 10 പേർക്കെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.